സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല എന്ന നിലയിൽ മലപ്പുറം ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയ കളത്തിന്റെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കാറുമുണ്ട്. 16 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഈ മലബാർ ജില്ലയിൽ ഇത്തവണ രാഷ്ട്രീയ അട്ടിമറികൾക്കും അപ്രതീക്ഷിത മുന്നേറ്റങ്ങൾക്കും വഴി തുറക്കുന്ന പോരാട്ടങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 7 മണ്ഡലങ്ങളിലെ മത്സരമാണ് ഏറ്റവും കടുപ്പമേറിയതും അതുപോലെ പ്രവചനാതീതവുമായി മാറിയിരിക്കുന്നത്. പൊന്നാനി, മങ്കട, വേങ്ങര, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ, തിരൂര്, താനൂര്, തവനൂര് എന്നീ മണ്ഡലങ്ങളിൽ നടക്കുന്ന വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങൾ വോട്ടെണ്ണി കഴിയുമ്പോൾ പുതിയ രാഷ്ട്രീയ ചരിത്രം എഴുതപ്പെടുമോ എന്നുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലുമുള്ളത്. നിലവിൽ ഇടതുപക്ഷത്തിന്റെ കൈവശമുള്ള താനൂർ, തവനൂർ, പൊന്നാനി മണ്ഡലങ്ങൾ നിലനിർത്തുന്നതിനൊപ്പം തന്നെ UDFന്റെ ഉറച്ച കൊട്ടകളായ മങ്കട, വേങ്ങര, പെരിന്തൽമണ്ണ, തിരൂർ എന്നിവ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF നീങ്ങുന്നത്. ഇതിനായി അവർ ആവനാഴിയിലെ സകല ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നുമുണ്ട്. ജനകീയരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയെന്നുള്ളതും ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം വലിയ രൂപത്തിൽ വർദ്ധിപ്പിച്ചിട്ടുമുണ്ടെന്നതും പറയാതിരിക്കാൻ കഴിയില്ല. തിരൂരിൽ റാപ്പർ വേടൻ പങ്കെടുത്ത പരിപാടിയായിരുന്നാലും വേങ്ങരയിൽ സിത്താര കൃഷ്ണമാർ നയിച്ച സംഗീത നിശയായിരുന്നാലും അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ സംഘടിപ്പിച്ച വെറും കലാപരിപാടികൾ എന്നതിലെല്ലാം ഉപരി വലിയ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിയ ഇനങ്ങൾ കൂടിയായിരുന്നു. 10,000ങ്ങളാണ് ഈ 2 പരിപാടികളും പങ്കെടുത്തതും. അതങ്ങനെ നോക്കുമ്പോൾ തന്നെ ലീഗ് നേതൃത്വത്തെ ശരിക്കും ഞെട്ടിച്ചിട്ടുമുണ്ട്. സംസ്ഥാനം മൊത്തത്തിൽ ഒരു വലിയ ഇടതുപക്ഷ വിരുദ്ധ തരംഗം ഉണ്ടായില്ലെങ്കിൽ മലപ്പുറത്ത് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന അഭിപ്രായം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നുമുണ്ട് എന്നുള്ളതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗിന്റെ കോട്ട കൊത്തളം എന്നൊക്കെ പറയുന്ന മണ്ഡലമാണ് വേങ്ങര. സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടി പ്രതിനിധീകരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്നത് പ്രവചനാതീതമായ മത്സരം കൂടിയാണ്. ഇടത് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സഭാ കുണ്ടുപുഴക്കിന്റെ ജനകീയത തന്നെയാണ് ഇവിടെ ലീഗ് നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്നത്. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ ആർക്കും അങ്ങനെ തോന്നുകയും ചെയ്യും. ഇത് പുതിയ കാലം കൂടിയാണ്. പരമ്പരാഗത കോട്ടകളെല്ലാം അതുപോലെ തുടരണമെന്നതും നിർബന്ധമില്ല. പല അത്ഭുതങ്ങളും മുമ്പ് സംഭവിച്ചിട്ടുള്ള ജില്ല കൂടിയാണ് മലപ്പുറം എന്നതും നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ ചരിത്രം പരിശോധിച്ചാൽ TK ഹംസയും KT ജലീലും V അബ്ദുറഹ്മാനും എല്ലാം ജയിച്ചത് ലീഗ് കോട്ടകൾ തകർത്ത് തന്നെയാണ്. അന്നത്തെ കാലത്ത് മലപ്പുറം പോലുള്ളൊരു ജില്ലയിൽ പൊന്നാപുരം കോട്ടകൾ പൊളിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞെങ്കിൽ പുതിയ കാലത്ത് അതിലും എളുപ്പത്തിൽ കഴിയുമെന്നാണ് ഇടതുപക്ഷം കരുതുന്നതും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30,596 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കുഞ്ഞാലിക്കുട്ടിയെ ലീഗ് നേതൃത്വം മലപ്പുറത്തേക്ക് മാറ്റിയത് തന്നെ സഭാഹ് ഉയർത്താനിടയുള്ള വെല്ലുവിളി തന്നെയാണ്, അല്ലെങ്കിൽ ആ ഭയത്തെ തന്നെയാണെന്നൊരു സംസാരം അവിടെ ലീഗുകാർക്കിടയിൽ പോലും ഉണ്ടാകുന്നുണ്ട്. പകരം KM ഷാജിയാണ് വേങ്ങരയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ലീഗിന് ഇറക്കാൻ പറ്റാവുന്നതിൽ ഏറ്റവും ശക്തനായ ക്രൗഡ് പുള്ളറാണ് KM ഷാജി എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ വേങ്ങരയിലെ ജനങ്ങൾക്ക് സുപരിചിതനാണെന്നുള്ളതും കാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റും സജീവമാണെന്നുള്ളതും സഭാഹിന് അനുകൂലമായ ഘടകം കൂടിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതിൽ ഏത് ഘടകമാണ് വോട്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ളത് വേങ്ങരയിൽ വിധിയെഴുത്തിൽ എന്തായാലും നിർണായകമാകുകയും ചെയ്യും. വേങ്ങര കൈവിട്ടാൽ അതിലപ്പുറം ഒരു തിരിച്ചടി ലീഗിന് എന്തായാലും ഇനി കിട്ടാനുമില്ല. മറ്റൊന്ന്, ഇനി നമുക്ക് പോകേണ്ടത് മങ്കടയുടെ അവസ്ഥയിലേക്കാണ്. അവിടെ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. മങ്കടയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് സ്ഥാനാർത്ഥിയാണ്. മുസ്ലിം ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റായ കുന്നത്ത് മുഹമ്മദാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ EK വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരാണ് ഈ ഇടതു സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക തന്നെ നൽകിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. സിറ്റിംഗ് MLA ആയ മഞ്ഞളാംകുഴി അലി തന്നെയാണ് ഇത്തവണയും UDFന് വേണ്ടി വീണ്ടും മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 6,246 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അലി അവിടെ വിജയിച്ചിരുന്നത്. ഇത്തവണ ആ വിജയം ആവർത്തിക്കേണ്ടതും ലീഗിനെ സംബന്ധിച്ച് അഭിമാനമായ പ്രശ്നം കൂടിയാണ്. അത് അത്തരത്തിൽ തന്നെ നിലവിൽ മാറിയിരിക്കുക കൂടിയാണ്. ലീഗിൽ നിന്നും വിട്ടുപോയ ഒരു നേതാവ് വിജയിക്കുക എന്നുള്ളത് ലീഗിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യം കൂടിയല്ല. പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് മങ്കടയിലും ഇപ്പോൾ നടക്കുന്നതെന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും. അടുത്തതായി പെരിന്തൽമണ്ണയുടെ അവസ്ഥയാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. പെരിന്തൽമണ്ണ 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് കേവലം 38 വോട്ടുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ കഴിയുമെന്നാണ് ഇടതു നേതാക്കളെല്ലാം കരുതുന്നത്. സിറ്റിംഗ് MLA ആയ നജീബ് കാന്തപുരത്തെ നേരിടാൻ VP മുഹമ്മദ് ഖലീഫയാണ് ഇടതുപക്ഷം പെരിന്തൽമണ്ണയിൽ കളത്തിലിറക്കിയിരിക്കുന്നത്. CPMന് ശക്തമായ സംഘടന അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പെരിന്തൽമണ്ണ. ആഞ്ഞു പിടിച്ചാൽ ഇടതുപക്ഷത്തിന് ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഇതെന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം താനൂർ മണ്ഡലത്തിലെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമായ കാര്യമല്ല. കാരണം ഇവിടെ എടുത്തു പറയുമ്പോൾ ആദ്യം തിരൂരിലെ കാര്യമാണ് പറഞ്ഞത്. ഈ തിരൂരിൽ 38 വോട്ടുകൾക്ക് മാത്രം പിന്നിൽ പോയ LDF ഇത്തവണ അതിശക്തമായ പോരാട്ടം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. ആ 38 വോട്ടിൻ്റെ ഇരട്ടിയിൽ എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിൽ LDF വിജയിച്ചു കയറുമെന്നാണ് ഇത്തവണ അവിടുത്തെ LDF ക്യാമ്പ് തന്നെ പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന്, താനൂർ മണ്ഡലത്തിലെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമായ കാര്യമല്ല. താനൂരിൽ നിന്നും തിരൂരിലേക്ക് മാറിയ V അബ്ദുറഹ്മാൻ ഇത്തവണ തിരൂർ പിടിച്ചിരിക്കുമെന്നുള്ള വാശിയിലാണ് മുന്നോട്ട് പോകുന്നത്. 7,214 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് 2021 തിരൂരിലെ ലീഗ് സ്ഥാനാർത്ഥി നേടിയിരുന്നത്. ഈ ഭൂരിപക്ഷം എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുമെന്നതാണ് അബ്ദുറഹ്മാന്റെയും ഇടതുപക്ഷത്തിൻ്റെയും കണക്കൂട്ടൽ. സിറ്റിംഗ് MLA ആയ കുറുക്കോളി മൊയ്തീൻ തന്നെയാണ് ഇവിടെ UDF സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുന്നത്. ഇനി
തിരഞ്ഞെടുപ്പിനാകെയുള്ളത് ഒരു ദിവസം മാത്രമാണ്. ആ ഒരു ദിവസത്തിൽ എന്തും മാറുമറിയുന്ന സാഹചര്യമായിലാണ് അല്ലെങ്കിൽ ആ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താനൂരിലെ കാര്യം എടുത്താൽ ഇടത് സ്ഥാനാർത്ഥി മുഹമ്മദ് സബീറും അതുപോലെ UDF സ്ഥാനാർത്ഥി PK നവാസും മത്സരിക്കുന്ന താനൂർ മണ്ഡലത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ 985 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇടത് സ്ഥാനാർത്ഥിയായ അബ്ദുറഹ്മാൻ വിജയിച്ചു കയറിയത്. ഈ കണക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് താനൂരിൽ UDF സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. കാരണം അവിടെ ഉണ്ടാകുന്നത് നിസ്സാര വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ ലീഗ് സ്ഥാനാർത്ഥി തോറ്റുപോയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏത് വിധേനയും അത് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് UDF ക്യാമ്പിൻ്റെയും ലീഗിൻ്റെ ലക്ഷ്യം. അവരും വലിയ വിജയപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ സീറ്റ് നിലനിർത്താൻ മാത്രമല്ല ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കൂടിയാണ് ഇടതുപക്ഷം താനൂരിൽ മത്സരിക്കുന്നതെന്നാണ് LDF ക്യാമ്പ് പറയുന്നത്. നാട്ടുകാരൻ എന്ന പ്രതിച്ഛായ ഗുണം ചെയ്യുമെന്നാണ് മുഹമ്മദ് സമീറിൻ്റെയും പ്രതീക്ഷയുള്ളത്. അവിടെ തവനൂരിലും പൊന്നാനിയിലും ശക്തമായ മത്സരം നടക്കുന്നുണ്ടെങ്കിലും ഈ മണ്ഡലങ്ങൾ നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തവനൂരിൽ KT ജലീലിനെതിരെ DCC പ്രസിഡന്റ് V ജോയിയാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. V ജോയി മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. 2021 KT ജലീലിന് തവനൂരിൽ ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2564 വോട്ടുകളാണ്. അന്ന് ഭൂരിപക്ഷം കുറയാൻ കാരണം മന്ത്രിയായിരിക്കെ ജലീലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തന്നെയായിരുന്നു, അതെടുത്ത് പറയേണ്ടിയിരിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളിൽ നിന്നും ഇതിൽ തന്നെ ഒന്നും വസ്തുതയില്ലാന്ന് ജലീലിന് ഇത്തവണ ഒരു ആയുധമായി മാറുകയും ചെയ്യുന്നുണ്ട്. പൊന്നാനിയിലെ ഇടതുകോട്ടയിൽ അഡ്വക്കേറ്റ് MK സക്കീറിനെയാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. 17,043 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പൊന്നാനിൽ നിന്നും നേടിയിരുന്നത്. അദ്ദേഹത്തിന് എതിരെ UDF രംഗത്തിറക്കിയിരിക്കുന്നതാകട്ടെ ചാനൽ മുഖം കൂടിയായിട്ടുള്ള KP നൗഷാദ് അലിയാണ്. CPM-ന് വലിയ അടിത്തറയുള്ള മണ്ഡലമായതിനാൽ എന്തൊക്കെ അടിയൊഴുക്കൾ ഉണ്ടായാലും പൊന്നാനി ഇടതുപക്ഷത്തെ കൈവിടലും തന്നെയാണ് CPM-കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം വിശ്വസിക്കുന്നത്. മലപ്പുറത്തെ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യം മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തു പോയിട്ടുള്ളത്. മറ്റ് 9 മണ്ഡലങ്ങളിലും സ്വാഭാവികമായും വലിയ വിജയപ്രതീക്ഷയാണ് UDF മുന്നോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ നിന്നും 15 ലക്ഷം വോട്ടുകൾ UDF നേടിയപ്പോൾ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും 10 ലക്ഷം വോട്ടുകളാണ് ഇടതുപക്ഷം നേടിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ആ കണക്ക് കൂടി പറയാതിരിക്കാൻ കഴിയില്ല. ഇത്തവണയും ലീഗ് ഉറച്ച കോട്ടകളെ പോലും ഉറപ്പിക്കുന്ന തരത്തിലുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ എന്തായാലും ഇടതുപക്ഷത്തിന് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുമുണ്ട്. കോട്ടകൾ വിള്ളലേറ്റ് കഴിഞ്ഞു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായ കാര്യം കൂടിയാണ്. പല കാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ പോലെ ലീഗ് കോട്ടകൾ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം രാഷ്ട്രീയ അവബോധം ജനങ്ങൾക്കിടയിൽ വളർന്നിട്ടുമുണ്ട്. പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളലുകൾ വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇടതുപക്ഷത്തിന് ലഭിച്ച പ്രാഥമിക വിജയം കൂടിയാണ്. എന്തായാലും ഈ വാശിയേറിയ പോരാട്ടത്തിൻ്റെ അന്തിമ ഫലം അറിയാൻ വോട്ടെണ്ണൽ ദിവസം വരെ കാത്തിരിക്കുകയാണ് ആ ഏക മാർഗമെന്ന് പറയുന്നത്. ലീഗിൻ്റെ കോട്ടകൾ തകരുമോ അത് അവരിനി കരുത്ത് തെളിയിക്കുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്ന വലിയ രാഷ്ട്രീയ ചോദ്യമാണ് ഓരോ വോട്ടും നിർണായകമാകുന്ന ഈ പോരാട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തിൻ്റെ മണ്ണ് ആർക്കൊപ്പം നിൽക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടത് കൂടിയാണ്. ഈ തിരഞ്ഞെടുപ്പ് വെറുമൊരു മത്സരം മാത്രമല്ല, മറിച്ച് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കാനുള്ള പോരാട്ടം കൂടിയാണ്. ബാക്കി കാര്യങ്ങൾ ഇനി നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞിട്ട് വേണം ഇതിനെക്കുറിച്ച് വ്യക്തമായി ചർച്ച ചെയ്യാൻ. കാരണം ഇവിടെ ഉണ്ടാകുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. അത് LDF-നായിരുന്നാലും UDF-നായിരുന്നാലും ഏത് വിധേനയും മൂന്നാമതും ഭരണം കരസ്ഥമാക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന CPM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെ ലക്ഷ്യം. എങ്ങനെയും ഇത്തവണയെങ്കിലും ഭരണത്തിൽ തിരികെ കയറുക എന്നുള്ളതാണ് VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന UDF-ൻ്റെ പ്രധാന ലക്ഷ്യം. ഏത് വിധേനയും ശക്തി തെളിയിക്കുക എന്നുള്ളതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 3 പേരും അവരുടെ കരുത്ത് എത്രത്തോളം കാണിക്കാൻ പറ്റുമോ അത്രത്തോളം കാണിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. ഇനി വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ മണിക്കൂറുകളിൽ എന്ത് നേടാം എന്തൊക്കെ നഷ്ടമാകുമെന്നുള്ളതിനി അറിയേണ്ടിയിരിക്കുന്ന കാര്യമാണ്. കാര്യം എന്തും സംഭവിക്കുന്ന ഒരു നിഗൂഢമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ വോട്ടിനായി എന്ത് തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടാകുന്നുണ്ട്, അതുപോലെ പ്രത്യാരോപണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം താണ്ടി 9-ാം തീയതി വോട്ട് ചെയ്യുമ്പോൾ അത് ആരുടെ പെട്ടിയിലാണ് വീഴുന്നതെന്ന് അറിയാൻ തന്നെ ഇനി 1 മാസത്തോളം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.